ഹായ് ഓൾ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. സപ്പോസ് നിങ്ങളൊരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന്റെ പേരിൽ ബാങ്കിൽ അക്കൗണ്ടുകൾ ഉണ്ടാവും. നിങ്ങൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ബാങ്കിലെ ഇടപാടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാലിയിൽ ബാങ്ക് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതൊരു ലെഡ്ജർ അക്കൗണ്ട് ആണ്, അസറ്റ് അക്കൗണ്ട് ആണ്. ബാങ്കിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലുള്ള പൈസ ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ബാങ്കിലെ അസറ്റ് കൂടിയതായിട്ട് കോൺട്രാ വൗച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് ഓഫീസ് ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ അതും കോൺട്രാ വൗച്ചർ തന്നെയാണ് ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ബാങ്കിലെ എമൗണ്ട് കൂടുന്ന ട്രാൻസാക്ഷൻ വരുമ്പോൾ ബാങ്കിൽ ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും കുറയുന്ന ട്രാൻസാക്ഷൻ വരുമ്പോൾ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ബാങ്കിലെ എമൗണ്ട് കൃത്യമായിട്ട് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ട് ചെക്ക് ചെയ്താൽ മതി. അതായത് നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കണക്കും പ്രകാരമുള്ള ബാങ്കിലെ എമൗണ്ട് എത്ര രൂപയുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്നാൽ ബാങ്കിലെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് പാസ്ബുക്ക്. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും വിഡ്രോ ചെയ്യുമ്പോഴും അതേപോലെ ഇടപാടുകളെല്ലാം അതിൽ പ്രിന്റ് ആയിട്ട് അവർ നമുക്ക് തരുന്നതാണ്. ഈ പാസ്ബുക്കിലെ എമൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബാങ്ക് ലെഡ്ജറിലെ എമൗണ്ടും ചില സമയങ്ങളിൽ ടാലി ആകാറില്ല, തുല്യമാകാറില്ല. ഇത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതായത് സപ്പോസ് നമ്മൾ അറിയാതെ ചില കസ്റ്റമേഴ്സ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇടും. നമ്മുടെ സ്ഥാപനത്തിന്റെ കൗണ്ടറിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസേ നമ്മൾ അറിയുകയുള്ളൂ. അങ്ങനെ അറിയുമ്പോഴാണ് നമ്മളത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ലെഡ്ജറിൽ അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്, ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ നമ്മളറിയാതെ ചില കസ്റ്റമേഴ്സ് ബാങ്കിൽ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, ഗൂഗിൾ പേ അങ്ങനെയുള്ള പല രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ നമ്മൾ അറിയില്ല, നമ്മൾ പാസ്ബുക്ക് നോക്കുമ്പോഴേ ആ എമൗണ്ടിനെ കുറിച്ച് അറിയുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഒരു വ്യത്യാസം, നമ്മൾ പ്രിപ്പയർ ചെയ്ത ലെഡ്ജർ അക്കൗണ്ടും ബാങ്കിലെ പാസ്ബുക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൂടാതെ ബാങ്ക് ചാർജസ് പിടിക്കും, എക്സ്പെൻസ് നമ്മൾ അറിയത്തില്ല. അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ കണക്ക് പറയാം, നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയാണ് ബാങ്കിലെ ബാലൻസ് ഉണ്ടെങ്കിൽ സപ്പോസ് ബാങ്ക് ഒരു 100 രൂപ ബാങ്ക് ചാർജസ് പിടിച്ചാൽ നമ്മൾ പാസ്ബുക്ക് നോക്കും, അതിൽ എത്രയേ വരികയുള്ളൂ? 99,000 900 രൂപയെ വരത്തുള്ളൂ, അല്ലെ? 100 രൂപ കുറഞ്ഞേ വരത്തുള്ളൂ. അപ്പൊ ആ 100 രൂപ ഡിഫറൻസ് അവിടെ വന്നു. അതേപോലെ തന്നെ ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യും. ബാങ്കിൽ കിടക്കുന്ന പൈസയ്ക്ക് ചില സമയത്ത് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ പാസ്ബുക്ക് നോക്കുമ്പോഴായിരിക്കും അറിയാൻ സാധിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ചില സപ്ലൈസിനൊക്കെ ചെക്ക് കൊടുക്കാറുണ്ട്. ചെക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ടിൽ അത് കുറഞ്ഞായിട്ട് അദ്ദേഹം ബാങ്കിൽ പോയി പൈസ വിഡ്രോ ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കുറയുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ കുറഞ്ഞായിട്ട് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. എന്നാൽ ഈ ചെക്കും മേടിച്ചുകൊണ്ട് പോകുന്ന ആള് ചിലപ്പോൾ അപ്പോൾ തന്നെ ആ ഡേറ്റിൽ തന്നെ എന്ത് ചെയ്തില്ല, ഇത് ബാങ്കിൽ നിന്ന് മാറില്ല. ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ആ ചെക്ക് അദ്ദേഹം കൊണ്ട് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ മാത്രമേ നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ കുറയുകയുള്ളൂ. പക്ഷേ നമ്മൾ ആ ചെക്ക് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ടിൽ അത് കുറച്ച് കാണിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ട്, ബാങ്കിന്റെ ലെഡ്ജർ അക്കൗണ്ടും ബാങ്കിലെ പാസ്ബുക്കും തമ്മിലുള്ള എമൗണ്ട് വ്യത്യാസങ്ങൾ വരും. ഈ വ്യത്യാസം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. മാനുവലായിട്ട്, അതായത് എഴുതി തയ്യാറാക്കുന്ന രീതിയിലുള്ള അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എഴുതണം. ഇന്ന ചെക്കുകൾ മാറിയില്ല, ഇന്ന ആളുകൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു, ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു, ബാങ്ക് ചാർജസ് പിടിച്ചു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതി കണക്ക് ആ വ്യത്യാസം എന്താണെന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. എന്നാൽ ടാലി നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ബാങ്കിന്റെ ലെഡ്ജർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തൊരു ട്രാൻസാക്ഷൻ, സപ്പോസ് ഒരു സപ്ലയറിന് ഒരു ചെക്ക് കൊടുത്തു, ഒരു 1-ാം തീയതി കൊടുത്ത ചെക്കാണ്. നമ്മൾ 1-ാം തീയതി ആയിരിക്കും നമ്മുടെ ലെഡ്ജറിൽ അത് രേഖപ്പെടുത്തുന്നത്, ബാങ്കിൽ നിന്ന് ഇത്ര രൂപ 1-ാം തീയതി കുറഞ്ഞു. എന്നാൽ ഈ കസ്റ്റമർ 10-ാം തീയതിയാണ് നമ്മുടെ ബാങ്കിൽ നിന്ന് ആ പൈസ മാറുന്നതെങ്കിൽ ആ 10-ാം തീയതി ആ ഡേറ്റ് കൊടുത്തുകൊണ്ട് നമുക്കിത് റീകൺസിലേറ്റ് ചെയ്യാം, അതായത് ആ വ്യത്യാസം ഇല്ലാതാക്കാം. അങ്ങനെയുള്ള രീതിയിലാണ് ടാലിയിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത്. അതായത് എപ്പോഴാണോ നമ്മൾ ആക്ച്വലായിട്ട് നമ്മുടെ സ്ഥാപനത്തിലെ ലെഡ്ജർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷന്റെ എഫക്ട് ബാങ്കിൽ ഉണ്ടാകുന്നത്, ഏത് ഡേറ്റിലാണ് ആ ബാങ്കിൽ ആ ട്രാൻസാക്ഷൻ എഫക്ട് ചെയ്യുന്നത്, അത് നമുക്ക് പാസ്ബുക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നതാണ്. ആ ഡേറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ടാലിയിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു കമ്പനി അതിന് വേണ്ടിയിട്ട് ടാലിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയാകുന്നതാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. Enter the following transaction in appropriate voucher of Archana agencies and prepare bank reconciliation statement. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ബാങ്ക് റീകൺസിലേഷൻ എന്ന ഒരു ഫംഗ്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻ നടന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതിന് വേണ്ടിയിട്ട് ടാലിയിൽ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് റീകൺസിലേഷൻ എന്നാണ് കമ്പനിയുടെ പേര്. ഓക്കെ, അപ്പൊ ഇവിടെ 1-ാമത്തെ ട്രാൻസാക്ഷൻ പറയുന്നത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 1 lakh, 1 ലക്ഷം രൂപ മുടക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് വൗച്ചേഴ്സ് എടുക്കുക. ഇതില് F6 റെസിപ്റ്റ് വൗച്ചർ ആണ്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ആണ്. ഓൾട്ട് പ്ലസ് സി പറഞ്ഞിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് കൺട്രോൾ പ്ലസ് സേവ് ചെയ്യും.
എമൗണ്ട് 1,00,000 രൂപയാണ്, അത് കൊടുക്കുന്നു. ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ആണ്. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു. രണ്ടാമത് ഓപ്പൺ എ കറണ്ട് അക്കൗണ്ട് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ 50,000. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ 50,000 രൂപ മുടക്കി ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇത് കോൺട്രാക്റ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാങ്കിൽ പൈസ കൂടുകയും സ്ഥാപനത്തിലുള്ള ക്യാഷ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ വേണം. F4 പ്രസ് ചെയ്യുന്നു. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് തന്നെയാണ് 50,000. ഡെബിറ്റ് ചെയ്യേണ്ടത് ബാങ്ക് ആണ്. Alt+C പറഞ്ഞിട്ട് SBT എൻ്റെ അടിക്കുന്നു. ബാങ്ക് അക്കൗണ്ട്സ് സെലക്ട് ചെയ്യാണ്. Ctrl+A പറഞ്ഞ് സേവ് ചെയ്യുന്നു. 50,000 എൻ്റെ അടിക്കുകയാണ്. Ctrl+A സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ കോൺട്രാ വൗച്ചറിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്തു. അടുത്ത ട്രാൻസാക്ഷൻ റിസീവ്ഡ് ചെക്ക് ഫ്രം രൂപേഷ് എ കസ്റ്റമർ ₹15,000. 15,000 രൂപയുടെ ചെക്ക് ഒരു കസ്റ്റമറിൽ നിന്ന് സ്ഥാപനത്തിൽ ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഏപ്രിൽ 2-ാം തീയതിയാണ് ഈ ചെക്ക് ലഭിക്കുന്നത്. ഈ ചെക്ക് അന്ന് തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. അതായത് ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് സ്ഥാപനത്തിലോട്ട് ഒരു ചെക്ക് ലഭിച്ചു. അപ്പൊ ഈ ചെക്ക് ലഭിക്കുമ്പോൾ ബാങ്കിലെ പൈസ കൂടുന്നില്ല, നമ്മുടെ സ്ഥാപനത്തിലെ ഒരു ക്യാഷിന് തുല്യമായ ഒരു അസറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഒരു സ്ഥാപനത്തിൽ ചെക്ക് ലഭിക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ ക്യാഷ് ആയിട്ട് വരവെക്കണമെന്നാണ്. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതേപോലെ കസ്റ്റമേഴ്സ് ക്യാഷിന് പകരം ചെക്ക് തന്നാൽ അത് ക്യാഷ് ആയിട്ട് തന്നെ അതിനെ വരവെക്കുക. എപ്പോഴാണോ ഈ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, കളക്ഷന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ അത് ബാങ്കിൽ കൂടിയതായിട്ട് കാണിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത് F6 വൗച്ചറിലാണ്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് രൂപേഷിനെയാണ്. Alt+C പറഞ്ഞിട്ട് രൂപേഷ് എന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. രൂപേഷ് സൺട്രി ഡെപ്റ്റർ ആണ്. കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഡെപ്റ്റർ ആണ്. ഓക്കെ, Ctrl+C പറഞ്ഞ് സേവ് ചെയ്യണം. ഓൺ അക്കൗണ്ട് എമൗണ്ട് 15,000. ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ആണ്. ചെക്കാണ് ലഭിച്ചത്, അത് ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ വരവെക്കുന്നു. എന്തുകൊണ്ടാണ്? ബാങ്കിൽ അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ക്യാഷ് കിട്ടിയതായിട്ട് പോലെ തന്നെ വരവെക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നറേഷനിൽ കൊടുക്കാം, ചെക്ക് റിസീവ്ഡ് ഫ്രം രൂപേഷ്. നമുക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നീട് ചെക്ക് ചെയ്യുമ്പോൾ സേവ് ചെയ്യണം. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ് ഗുഡ്സ് ഇഷ്യൂഡ് ചെക്ക് നമ്പർ 211 ₹12,000. 12,000 രൂപയുടെ ചെക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഇപ്പൊ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്. ഇവിടുന്ന് F9 പ്രസ് ചെയ്യുന്നു. പർച്ചേസ് വൗച്ചർ ഇവിടുന്ന് Ctrl+H അടിച്ചിട്ട് ആ വൗച്ചർ സെലക്ട് ചെയ്യാണ്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ബാങ്ക് ആണ്. ചെക്കാണ് കൊടുക്കുന്നത്. ക്യാഷ് അസറ്റ് കുറയാണ്. Ctrl+A എമൗണ്ട് 12,000 12,000. ചെക്ക് നമ്പർക്ക് ഇവിടെ കൊടുക്കാം. ക്രെഡിറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് ആണ്. ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് Ctrl+A പറയാണ്. അടിക്കുന്നു. 12,000 സേവ് ചെയ്യും. അടുത്ത ട്രാൻസാക്ഷൻ മെയ് മാസമാണ്. അടുത്ത മാസമാണ്. ഇഷ്യൂ ചെക്ക് നമ്പർ 212 ടു ജിൻജിൻ എ സപ്ലയർ ₹4,000. 4,000 രൂപയുടെ ചെക്ക് ഒരു സപ്ലയർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നതാണ് പറയുന്നത്. ഇത് പേയ്മെന്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടുന്ന് F5 പ്രസ് ചെയ്യുന്നു. ഡെബിറ്റ് ചെയ്യേണ്ടത് ജിജിൻ ആണ്. Alt+C പറഞ്ഞിട്ട് സപ്ലയർ ആണ്. അപ്പോൾ സൺട്രി ക്രെഡിറ്റർ ആണ്. ജിൻജിൻ സൺട്രി ക്രെഡിറ്റർ Ctrl+A പറയാണ്. ഓൺ അക്കൗണ്ട് 4,000. ഓക്കെ, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ബാങ്ക് ആണ്. SBT ബാങ്ക് ആണ്. ഓക്കെ, 4,000. ചെക്ക് നമ്പർ ഒക്കെ ഇവിടെ കൊടുക്കാം നമുക്ക്. സേവ് ചെയ്യും. അടുത്ത ട്രാൻസാക്ഷൻ സെൻഡ് രൂപേഷ് ചെക്ക് ഫോർ കളക്ഷൻ ₹15,000. അതായത് ഏപ്രിൽ മാസം 2-ാം തീയതി കിട്ടിയ ഈ ചെക്ക് മെയ് മാസം 1-ാം തീയതിയാണ് ബാങ്കിൽ കളക്ഷന് വേണ്ടി അയക്കുന്നത്. ബാങ്കിൽ കളക്ഷൻ അയക്കുക എന്ന് പറഞ്ഞാൽ സപ്പോസ് ഈ ഒരു സ്ഥാപനത്തിന്റെ ബാങ്ക് SBT ബാങ്കാണെന്ന് വിചാരിക്കുക. ഇവർക്ക് കിട്ടിയ ചെക്ക് അതൊരു ഫെഡറൽ ബാങ്കിന്റെ ചെക്കാണെന്ന് വിചാരിക്കുക. രണ്ടും രണ്ട് ബാങ്കാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഈ ഫെഡറൽ ബാങ്കിലെ ചെക്ക് നമ്മൾ SBT കൊണ്ട് കൊടുക്കുമ്പോൾ SBTക്കാർ അത് ഫെഡറൽ ബാങ്കിലോട്ട് കളക്ഷൻ അയക്കും. ഒരു 3-4 ദിവസം എടുക്കുന്ന പ്രോസസ്സാണ്. എന്നിട്ട് അവിടെ പോയി അത് ആ ചെക്ക് തന്നിരിക്കുന്ന അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് അത് കൺഫേം ചെയ്തതിന് ശേഷമായിരിക്കും ആ പൈസ SBTയുടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കളക്ഷൻ അയക്കുന്നത്. അപ്പം ഇവിടെ മെയ് 1-ാം തീയതിയാണ് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ സ്ഥാപനത്തിൽ കിട്ടിയ, അതായത് ഏപ്രിൽ 2-ാം തീയതി കിട്ടിയ ചെക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതായത് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് ക്യാഷ് സ്ഥാപനത്തിൽ ക്യാഷ് കിട്ടിയ രീതിയിലാണ് ഈ ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് ഈ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത്
നമ്മുടെ സ്ഥാപനത്തിലിരുന്ന ക്യാഷ് 15,000 രൂപയുടെ ക്യാഷ് കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ആ രീതിയിൽ വേണം ഇത് ചെയ്യാൻ. ഇത് കോൺട്രാ വൗച്ചർ ചെയ്യണം. ഇവിടെ F4 പ്രസ് ചെയ്യാണ്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ആണ്. ക്യാഷ് ആയിട്ടാണ് 15,000 രൂപ മുൻപേ വരവെച്ചത്. ചെക്കാണ് കിട്ടിയെങ്കിലും അത് ക്രെഡിറ്റ് ചെയ്യണം, കുറയുകയാണ്. SPT ആ എമൗണ്ട് കൂടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഡേറ്റിൽ തന്നെ ഇത് നടക്കണമെന്നില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ ഇത് നടക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന ആ ഒരു ചെക്ക് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഡേറ്റിൽ തന്നെ എന്ത് ചെയ്യും, ആ ബാങ്കിൽ ആ എമൗണ്ട് കൂടിയതായിട്ട് കാണിക്കും. പക്ഷെ നമ്മൾ അന്നത്തെ ദിവസത്തെ പാസ്ബുക്ക് എടുത്ത് നോക്കിയാൽ അത് അങ്ങനെ കാണില്ല. അത് തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. സേവ് ചെയ്യും. എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് വെരിഫിക്കേഷൻ, ഇത് പാസ്ബുക്ക് പ്രകാരമുള്ള കുറച്ച് വെരിഫിക്കേഷൻ ആണ് പറയുന്നത്. ചെക്ക് നമ്പർ 211 വാസ് ക്യാഷ് ഡൗൺ 25/2022. അതായത് ഈ 211 ചെക്ക് നമ്പർ, അതായത് പർച്ചേസ് ഗുഡ്സ് ഇഷ്യൂഡ് ചെക്ക് നമ്പർ 2, ഈ ഒരു ട്രാൻസാക്ഷൻ, ഈ ട്രാൻസാക്ഷന്റെ ഈ 12,000 രൂപ നമ്മുടെ ബാങ്കിൽ നിന്ന് കുറഞ്ഞത് 2/5-ലാണ്. അതായത് ഏപ്രിൽ മാസം 3-ാം തീയതി നമ്മൾ ബാങ്കിൽ നിന്ന് കുറഞ്ഞായിട്ട് റെക്കോർഡ് ചെയ്ത ആ ട്രാൻസാക്ഷന്റെ എമൗണ്ട് ബാങ്കിൽ ആക്ച്വൽ ആയിട്ട് കുറഞ്ഞത് അടുത്ത മാസം 2-ാം തീയതിയാണ്. 5-ാം മാസം 2-ാം തീയതിയാണ് അത് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ബാങ്കിൽ പൈസ കുറഞ്ഞിട്ട് കാണിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ എന്നാണ് കുറഞ്ഞത്? 2/5/2022-ലാണ്. അപ്പോൾ നമ്മൾ ഇത് റീകൺസിലേഷൻ ചെയ്യുമ്പോൾ എപ്പോഴാണോ ഈ ഒരു എമൗണ്ടിന്റെ എഫക്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആക്ച്വൽ ആയിട്ട് ഉണ്ടായത്, ആ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ആ ഡേറ്റ് കൊടുത്ത് അത് റീകൺസിലേഷൻ ചെയ്യണം. ഓക്കെ, പിന്നെ ചെക്ക് നമ്പർ 212 വാസ് നോട്ട് എറ്റ് ക്യാഷ്. ഇതുവരെയായിട്ട് 212 ഇവിടെ ജിജിന് കൊടുത്തതാണ്. അദ്ദേഹം ഇതുവരെയായിട്ട് ആ പൈസ എടുത്തിട്ടില്ല. നമ്മൾ ഈ ജിജിന് ചെക്ക് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നമ്മളത് കുറഞ്ഞായിട്ട് കാണിച്ചു. പക്ഷെ ഇതുവരെയായിട്ട് അതേ ആ പൈസ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൽ ഈ 4,000 രൂപ കൂടി നിൽക്കും, കുറയില്ല. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. ചെക്ക് റിസീവ്ഡ് ഫ്രം രൂപേഷ് വാസ് കളക്ട് ഓൺ 2/6/2022. അതായത് നമ്മൾ കളക്ഷന് വേണ്ടിയിട്ട് രൂപേഷിന്റെ ചെക്ക് കൊടുത്തിരിക്കുന്നത് 1/5-ലാണ്, മെയ് മാസമാണ്. ഇത് ജൂൺ മാസത്തിലാണ് ഈ പൈസ കളക്ട് ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു മാസം എടുത്തു. ഓക്കെ, അപ്പം അത്രയും ഡിഫറൻസ് വന്നു. നമ്മൾ ബാങ്കിൽ കൊണ്ട് ചെക്ക് ഇട്ടപ്പോൾ അല്ലെങ്കിൽ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് കാണിച്ചപ്പോൾ അപ്പോൾ തന്നെ ബാങ്കിൽ എമൗണ്ട് കൂടി നമ്മുടെ കണക്കും പ്രകാരം. പക്ഷേ യഥാർത്ഥത്തിൽ ആ പൈസ ബാങ്കിൽ ആക്ച്വലായിട്ട് കൂടിയത് എന്നാണ്? 2/6-ലാണ്. ഈ ഡേറ്റ് കൊടുത്ത് അത് റീകൺസിലേറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ട്. അത് റെസിപ്റ്റ് വൗച്ചറിൽ ഈ 1,120 രൂപ ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി. അത് കറക്റ്റ് ചെയ്താൽ ഇതുപോലെ ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുമ്പോഴല്ല ചെയ്യേണ്ടത്, ട്രാൻസാക്ഷൻ ആയിട്ട് തന്നെ ചെയ്താൽ മതി. ഓക്കെ, നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുന്ന് ബാങ്ക് റീകൺസിലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്കേപ്പ് അടിച്ച് ബാക്കിൽ വരികയാണ്. ഗേറ്റ് ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. അതിൽ അക്കൗണ്ട്സ് ബുക്ക് സെലക്ട് ചെയ്യുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. അതിൽ ക്യാഷ് ഓർ ബാങ്ക് ബുക്സ് അത് സെലക്ട് ചെയ്യുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്. അത് ബാങ്ക് അക്കൗണ്ട്സ് സെലക്ട് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. ഈ ഒരു സ്ക്രീൻ, അതായത് ലെഡ്ജർ SBT, ഈ ഒരു സ്ക്രീനിൽ വരുമ്പോൾ വൗച്ചർ നമ്പർ 2113 എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സ്ക്രീനിൽ വരുമ്പോഴാണ് റൈറ്റ് സൈഡിൽ റീകൺസിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ആറിൻ്റെ താഴെ ഒരു വരയാണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം Alt+R പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബാങ്ക് ഡേറ്റും ആ ഒരു ഇതിനു മുമ്പ് കണ്ട ആപ്പിയൻസുമായിട്ട് പുതിയ കുറച്ച് കോളം ഒക്കെ ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതായത് ബാങ്കിൽ നടന്ന ട്രാൻസാക്ഷൻ ആണ്. ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ 50,000 രൂപ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പർച്ചേസ് ചെയ്തു. അതിനുശേഷം ജിജിന് ഒരു 4,000 രൂപയുടെ ചെക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്യാഷ് ഡെപ്പോസിറ്റ്, ക്യാഷ് അക്കൗണ്ട്, അതായത് രൂപേഷിന്റെ ചെക്ക് അത് നമ്മൾ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഇത് റീകൺസിലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തപ്പോഴുള്ള ഡേറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് 14. ഇത് വേറെ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രാൻസാക്ഷന്റെ എഫക്ട്, അതായത് എപ്പോഴും ഈ 50,000 രൂപ ബാങ്കിൽ എപ്പോൾ എഫക്ട് ചെയ്തു കൃത്യമായിട്ട് പാസ്ബുക്കിൽ ആ എമൗണ്ട് എപ്പോഴാണ്, ഏത് ഡേറ്റിലാണ് കാണിച്ചിരിക്കുന്നത്, ആ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മൾ 50,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 1/4/2023 കൊടുത്തിരിക്കുന്നത്. ആ ഡേറ്റിൽ തന്നെയാണ് ആ എമൗണ്ട് ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത് എങ്കിൽ, ബാങ്കിൽ ആ എഫക്ട് ആ ദിവസം തന്നെ വന്നുവെങ്കിൽ ഈ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് 1/4 തന്നെ കൊടുക്കുകയാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് റീകൺസിലേഷൻ ആയി. അതായത് ബാങ്കിൽ ആ ട്രാൻസാക്ഷൻ 1/4 തന്നെയാണ് എഫക്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഡേറ്റ് അവിടെ കൊടുത്തു. അത് പർച്ചേസ് ആണ്, അത് 12,000 രൂപ പർച്ചേസ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 211, അതാണ് 211 ആണ് നമ്മുടെ 12,000 രൂപയുടെ ചെക്ക്. അത് ബാങ്കിൽ നിന്ന് പിൻവലിക്കപ്പെട്ടത് 2/5/2022-ലാണ്. ഓക്കെ, അതായത് 5-ാം മാസം. അപ്പൊ ഇവിടെ 2/5 കൊടുക്കുകയാണ്, 23 വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഡേറ്റിലാണ് അത് ബാങ്കിൽ എഫക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 1/4 നമ്മൾ റെക്കോർഡ് ചെയ്ത ആ ട്രാൻസാക്ഷന്റെ യഥാർത്ഥത്തിലുള്ള എഫക്ട് 1/5-ലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ജിജിന് കൊടുത്ത 4,000 ചെക്കാണ്. അത് ഇതുവരെയായിട്ടും ക്യാഷ് ആയിട്ടില്ല, അദ്ദേഹം ഇതുവരെയായിട്ട് അത് പിൻവലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് നോക്കുക, കണ്ടോ, ചെക്ക് നമ്പർ 212 ആണ് ജിജിന് കൊടുത്തിരിക്കുന്നത്. ആ ചെക്ക് ഇതുവരെയായിട്ടും ക്യാഷ് അദ്ദേഹം
ബാക്കി ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയിട്ടില്ല. ആ ചെക്ക് ഉപയോഗിച്ചിട്ട് അദ്ദേഹം ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ ആ ഒരു ഡേറ്റ് അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ റീകൺസിലേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2/6 ആ എമൗണ്ട് വിഡ്രോ ചെയ്തതായിട്ട് കാണിക്കാം. 2/6 അദ്ദേഹം ആ എമൗണ്ട് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തതായിട്ട് കാണിക്കുന്നത്. എമൗണ്ട് ഒരു ഡേറ്റ് കൊടുത്ത് ഞാനത് ചെയ്യുന്നതേ ഉള്ളൂ, എന്നടിക്കുന്നു. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത ആ രൂപേഷിന്റെ ചെക്കിന്റെ കേസാണ്. ആ രൂപേഷിന്റെ ചെക്ക് യഥാർത്ഥത്തിൽ ക്യാഷ് ആയിട്ട് ബാങ്കിൽ ക്രെഡിറ്റ് ആയത് എപ്പോഴാണ് ഇവിടെ പറയുന്നുണ്ട്. 2/6/2022 ഉണ്ടോ. ചെക്ക് റിസീവ്ഡ് ഫ്രം രൂപേഷ് വാസ് കളക്ടഡ് ഓൺ 2/6/2022. അപ്പൊ ഇവിടെ 2/6 കൊടുക്കുകയാണ്, 2/6. അപ്പൊ ഇവിടെ ബാങ്ക് റീകൺസിലേഷൻ, അതായത് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലെ ലെഡ്ജർ അക്കൗണ്ടിൽ ഒരു ബാങ്കിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു. ആ ട്രാൻസാക്ഷൻ യഥാർത്ഥത്തിൽ ബാങ്കിൽ എഫക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് ആ ബാങ്കിൽ അതേപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്, കുറയുന്നെങ്കിൽ കുറയുന്നു, കൂടുന്നെങ്കിൽ കൂടുന്നു. അത് എപ്പോഴാണ്, ഏത് ഡേറ്റിലാണെന്ന് ബാങ്ക് പാസ്ബുക്ക് നോക്കി ചെക്ക് ചെയ്ത് ആ ബാങ്ക് പാസ്ബുക്കിലെ ഡേറ്റ് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ആയി. ഇങ്ങനെയാണ് ടാലിയിൽ ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.